ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. ഇതിനകം തന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പല യൂട്യൂബേഴ്സ് പല രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന ആ ഹൈപ്പ് ഈ പ്രൊഡക്റ്റിനുണ്ടോ, എന്തിനാണ് ഇത്രയും പേര് ഇത്ര ഹൈപ്പ് കൊടുത്തിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് നോക്കിയാലോ, നമ്മൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളവർ നമ്മളെ ചതിക്കുവാണോ പറ്റിക്കുവാണോ, അല്ല അവർ പറയുന്നത് ഫുൾ ശരിയാണോ, അല്ലെങ്കിൽ ഇത് വെറും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മാത്രമാണോ ഇവർ പറയുന്നത്? അപ്പോൾ അത് നേരെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ പറയാം, ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഗൈസ്. ഫസ്റ്റ് ബോട്ടിൽ യൂസ് ചെയ്തു, സെക്കൻഡ് ബോട്ടിൽ ഹാഫ് ആയറാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ ബോട്ടിലിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് SPF 50+++ അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണെന്ന്. എന്താണ് ശരിക്ക് SPF 50++++? SPF 50 എന്നത് UVA റേസിൽ നിന്ന് നമ്മളെ ഹൈ പ്രൊട്ടക്ഷൻ നൽകുകയും ++++ എന്നത് UVA റേസിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്റ്റും ചെയ്യുന്നു. ഈ സൺസ്ക്രീനിന്റെ പ്രധാന ഘടകം സീക്ക അഥവാ സെൻഡല ഏഷ്യാറ്റിക്ക ആണല്ലോ. സീക്ക നമ്മളെ എന്തിനൊക്കെ സഹായിക്കുന്നു? സീക്ക സ്കിന്നിനെ സ്മൂത്ത് ചെയ്യാനും റെഡ്നെസ്, ഇറിറ്റേഷൻ, സെൻസിറ്റിവിറ്റി എന്നിവ കുറിക്കാനും സഹായിക്കുന്നു ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സീക്ക. ഇനി നമുക്ക് ഇതിന്റെ ടെക്സ്ചറിനെ കുറിച്ച് പറയുമ്പോൾ, ഇതൊരു ക്രീമി ആണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്. സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ സ്റ്റിക്കി ഫീൽ തീരെ ഇല്ല കേട്ടോ. സ്മെല്ലാണെങ്കിൽ വളരെ മൈൽഡും ആണ്. ഇനി നമുക്ക് ഇത് ഏതൊക്കെ സ്കിന്നുകൾക്കാണ് പറ്റുക നോക്കാം. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഈ സൺസ്ക്രീൻ ഒരു ഗുഡ് ഓപ്ഷൻ ആണ്. നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നിന് ഒരു അടിപൊളി സൺസ്ക്രീൻ തന്നെയാണ്. അതേപോലെ തന്നെ എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്, എനിക്ക് ബെസ്റ്റ് സൺസ്ക്രീൻ ആണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം മനസ്സിലായില്ലേ, ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും നല്ല അടിപൊളി സൺസ്ക്രീൻ ആണ് ഈ സീക്ക സൺസ്ക്രീൻ എന്ന്. അതുപോലെ തന്നെ ഇത് ഡെയിലി യൂസിന് നല്ല പ്രൊട്ടക്ഷൻ നൽകുന്നു. പിന്നെ ഓഫീസ്, കോളേജ്, ഡെയിലി യാത്രകൾക്ക് SPF 50+++ മതിയായ പ്രൊട്ടക്ഷൻ ആണ്. പക്ഷേ നീണ്ട സമയം വെയിലിൽ നിൽക്കുമ്പോൾ 2 മുതൽ 3 മണിക്കൂർ ഇടവിട്ട് റീഅപ്ലൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എനിക്കിതിൽ ബാഡായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊരു വാട്ടർ പ്രൂഫ് സൺസ്ക്രീൻ അല്ല. ഇപ്പം നമ്മൾ സ്വിമ്മിങ് വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നല്ല, എന്തായാലും യൂസ് ചെയ്യണം. നമ്മൾ വാട്ടറിലാന്ന് ടാൻ അടിക്കൂല എന്നൊന്നും വിചാരിച്ചിട്ട് പോണ്ട. വാട്ടറിൽ നമുക്ക് നന്നായിട്ട് ടാൻ അടിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൊണ്ടൊരു നല്ല ബെസ്റ്റ് സൺസ്ക്രീൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഈ വീഡിയോ ഫുള്ള് കാണാതെ വാലും തുമ്പും കണ്ടു പോയിട്ട് അവരെ പോയി ചീത്തയൊന്നും വിളിക്കരുത്. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. പിന്നെ ഒരു കാര്യം, ഞാൻ വോയിസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൗണ്ട് ഒഴികെ ബാക്കി എല്ലാ സൗണ്ടും ഇതിൽ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സോറി. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ഉമ്മ.